നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 10 ചെയിൻ ചെയ്യുക കേട്ടോ. രണ്ട് 3 4 ഇങ്ങനെ 10 ചെയിൻ ചെയ്യുക കേട്ടോ. 10 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണല്ലോ ചെയ്യണേ അല്ലേ. അപ്പോൾ എക്സ്ട്രാ 2 ചെയിൻ ഇടുക. 1 2. ഇനി നമ്മൾ ഈ എക്സ്ട്രാ ഇട്ട 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിലേക്ക് യാൺ ഓവർ ചെയ്തിട്ട് തേർഡ് ചെയിൻ കണ്ടില്ലേ, ഈ തേർഡ് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പ്, ഇതാണ് മുകളിൽ ഈ കാണുന്നതാണ് ബാക്ക് ലൂപ്പ്, താഴത്തെ ഈ കാണുന്നതാണ് ഫ്രണ്ട് ലൂപ്പ്. മുകളിൽ കാണുന്നത് ബാക്ക് ലൂപ്പാണ്, താഴെ കാണുന്നത് ഫ്രണ്ട് ലൂപ്പാണ് കേട്ടോ. ആദ്യം 1 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ ഈ തേർഡ് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ചെയിൻ ഉണ്ടല്ലോ, ചെയിനിൻ്റെ ബാക്ക് ലൂപ്പ്, അതിൽ കൂടെ മാത്രം എടുക്കുക, ആദ്യത്തെ കൂടെ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്തിട്ട് ഈ 3 ലൂപ്പിലൂടെ ഒരുമിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ ഷോർട്ട് ആക്കിയിട്ട് HDC എന്നാണ് പറയാം. ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ എങ്ങനെയായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്തു, ഈ ചെയിനിൽ വർക്ക് ചെയ്തു. ഇതിൻ്റെ തൊട്ടടുത്ത് ചെയിൻ കണ്ടോ, അതിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തിട്ട് എടുത്തു. ഹുക്കിൽ 3 ലൂപ്പുണ്ട്, യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ ഒരുമിച്ചെടുത്തു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. വീണ്ടും യാൺ ഓവർ ചെയ്യാം. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ചെയിൻ ചെയ്തു. ഇതാണ് ആദ്യത്തെ ചെയിൻ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണേ. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. ഇത് നമ്മുടെ ചെയിനിൻ്റെ തേർഡ് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പാണ് കേട്ടോ. യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ഈ ചെയിനിലൂടെ, അതായത് ഈ ലൂപ്പിലൂടെ മാത്രം എടുത്തു. ആദ്യം ഹുക്കിൽ നമുക്ക് 3 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ ഒരുമിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ കേട്ടോ. ഇനി ഇവിടെ ഇതുപോലെ വീണ്ടും യാൺ ഓവർ ചെയ്തു, അടുത്ത ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ ലൂപ്പിലൂടെ മാത്രം എടുത്തു. ഹുക്കിൽ 3 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ നമ്മൾ ഒരുമിച്ചെടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്തു, അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിലൂടെ എടുത്തു. ഹുക്കിൽ 3 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ ഒരുമിച്ചെടുത്തു. ഇതേപോലെ ബാക്കിയുള്ള ചെയിൻസിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനത്തെ ചെയിൻ വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ലാസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ഇട്ട പോലെ എക്സ്ട്രാ 2 ചെയിൻ ഇടാം. 1 2. ഇപ്പോൾ എക്സ്ട്രാ 2 നമ്മൾ ചെയിൻ ഇട്ടു, 1 2 എക്സ്ട്രാ ഇട്ടു. ഇനി നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ളത് ഒന്ന് നമ്മൾ തിരിച്ചു കൊടുക്കുക കേട്ടോ. എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സ്കിപ്പ് ചെയ്ത 2 ചെയിൻ, 1 2 സ്കിപ്പ് ചെയ്തു. തേർഡ് ചെയിൻ കണ്ടോ, ഈ തേർഡ് ചെയിനിൻ്റെ ഈ സൈഡിൽ നിന്നാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആദ്യത്തെ റോയിൽ നമ്മൾ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ രണ്ടാമതാവുമ്പോൾ നമ്മളൊരു ചെയിനിൽ മുഴുവനായിട്ട് ഇൻസേർട്ട് ചെയ്യും കേട്ടോ. യാൺ ഓവർ ചെയ്തിട്ട് ആ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പിലൂടെ ഒരുമിച്ചെടുക്കാം. ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും ചേർന്നതാണ് ഒരു ചെയിനിലൂടെ മുഴുവനായിട്ട് എടുക്കാം. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ ചെയിനിലൂടെ തിരിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും നമ്മളുടെ ആദ്യത്തെ പോലെ 3 ലൂപ്പുണ്ട് ഹുക്കിൽ. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ ഒരുമിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിൽ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ മാർക്ക് ചെയ്ത പോലെ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ ചെയിനിൻ്റെ എണ്ണം തെറ്റാതിരിക്കാൻ, താഴത്ത് 10 എണ്ണം ചെയ്ത പോലെ മുകളിലേക്ക് ചെയ്യുമ്പോഴും 10 എണ്ണം തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ.
ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്കേ തെറ്റുള്ളൂ. കുറേ വട്ടം ചെയ്ത് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് സ്റ്റിച്ച് മാർക്കറിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടാവില്ല. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്യുക. ഇവിടുന്ന് സൈഡിൽ നിന്നാണ് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ മുഴുവനായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിലൂടെ എടുക്കാം. ഹുക്കിൽ 3 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ ഒരുമിച്ച് എടുക്കാം. വീണ്ടും യാൺ ഓവർ ചെയ്തു, ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തിട്ട് തിരിച്ചെടുത്തു. ഹുക്കിൽ മൊത്തത്തിൽ 3 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിലൂടെ ഒരുമിച്ച് എടുക്കാം. ഇങ്ങനെ ഈ ഒരു റോ ചെയിൻസ് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിനി മാർക്ക് ചെയ്ത ഒരു ചെയിനും കൂടി ഉണ്ട് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യാന്നറിയാം, ഇവിടെ നിന്ന് ഈ സ്റ്റിച്ച് മാർക്കർ ഊരുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, മാർക്ക് ചെയ്ത ചെയിൻ, അവിടെയും കൂടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. നമ്മുടെ 2 റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയിൻസ് ഒന്ന് എണ്ണി നോക്കുക കേട്ടോ. താഴത്തെ റോയിൽ 10 ചെയ്ത പോലെ രണ്ടാമത്തെ റോ എപ്പോഴും 10 അല്ലേന്ന് ഒന്ന് എണ്ണി നോക്കാം. നമുക്ക് എണ്ണി നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. കണ്ടോ, നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല എന്നാണ് അർത്ഥം കേട്ടോ. താഴത്ത് നമ്മൾ 10 ഫൗണ്ടേഷൻ ചെയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര റോ ചെയ്താലും നമുക്ക് അത്രയും കിട്ടണം. എത്ര ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ അത്രയും ചെയിൻസ് നമുക്ക് ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യേൻ്റെ കേസിലാവുമ്പോൾ 2 ചെയിൻ എക്സ്ട്രാ ഇടാം. ഇട്ട ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്തിട്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.